Hi all, welcome to Smart Edu channel. So ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്ത് ഒരു ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിൽ ഓൺലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്യാം എന്നുള്ളത്. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ എങ്ങനെ ഗൂഗിൾ ക്ലാസ് റൂമുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ ജസ്റ്റ് ഡയറക്റ്റ്ലി ഗൂഗിൾ ക്ലാസ് റൂമിൽ പോകാണ്ട് തന്നെ ഡയറക്റ്റ്ലി എങ്ങനെയാണ് മീറ്റ് വഴി നമുക്കൊരു മീറ്റിംഗ് ഓർ ക്ലാസ് സ്കെഡ്യൂൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ അതിനുവേണ്ടി നമുക്ക് ആദ്യമേ ഗൂഗിൾ ക്രോമിൽ പോകണം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷൻ വരും. ഓപ്ഷൻ്റെ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ 9 ഡോട്ട്സ് ഉള്ളത് ഒരു ആപ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഗൂഗിൾ ആപ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ 9 ഡോട്ട്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ ഗൂഗിൾ മീറ്റ് ക്ലിക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ്ലി നമുക്ക് ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഗൂഗിൾ മീറ്റ് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഗൂഗിൾ മീറ്റിന് ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മീറ്റ് ഗൂഗിൾ എന്ന് കാണും. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു വേയിൽ നമുക്ക് ജോയിൻ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വേയും കൂടെ നോക്കാം. ഡയറക്റ്റ് ഇങ്ങനെ നമ്മളുടെ ഒരു ഗൂഗിൾ ക്രോം പേജ് ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ 9 ഡോട്ട്സിൽ പോവുക. 9 ഡോട്ട്സിൽ വന്നിട്ട് മീറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം വിൻഡോ തന്നെ ആയിരിക്കും ഡിസ്പ്ലേ ആകുന്നത്. ഇപ്പോൾ ഈ ബോത്ത് വേസിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ വരുമ്പോൾ ഒന്നുകിൽ നമുക്ക് കലണ്ടർ വഴി നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും, ഒരു വീഡിയോ മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ടൈം മീറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടുന്ന് തന്നെ ഓർഗനൈസറിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ ഓൾറെഡി ഓർഗനൈസർ സ്റ്റാർട്ട് ചെയ്തൊരു മീറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ കോഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എൻ്റർ മീറ്റിംഗ് കോഡ് എന്ന് ആ ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജോയിൻ ഓപ്ഷൻ അപ്പോൾ എനേബിൾ ആയി വരും. ആ ജോയിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് കറസ്പോണ്ടിങ് മീറ്റിങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ടൈം മീറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഡയറക്റ്റ്ലി ഞാൻ മീറ്റിംഗിൽ സ്കെഡ്യൂൾ ഒന്നും ചെയ്യാണ്ട്, കലണ്ടറിൽ സ്കെഡ്യൂൾ ഒന്നും ചെയ്യാണ്ട് ഡയറക്റ്റ്ലി ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഓൾറെഡി ഇവിടെ ക്യാമറ ഒക്കെ എനേബിൾ ആണ്. സോ ഞാനിതിപ്പോൾ ക്ലോസ് ചെയ്തു. ജസ്റ്റ് ഞാൻ മീറ്റിംഗ് ജോയിൻ ചെയ്യാൻ പോകുന്നു. മീറ്റിംഗ് ജോയിൻ ചെയ്തതിന് മുൻപേ നമുക്കിവിടെ ഒരു കോഡ് കാണാം അല്ലേ. ഞാൻ മീറ്റിംഗ് കോഡ് ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലേ. മീറ്റിംഗ് കോഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും പാർട്ടാണ് നമ്മളുടെ മീറ്റിംഗ് കോഡ്. meet.google.com എന്ന് പറഞ്ഞതിന് ശേഷം സ്ലാഷിന് ശേഷം ഡിസ്പ്ലേ ആകുന്ന ഈ ലെറ്റേഴ്സും ആണ് നമ്മളുടെ മീറ്റിംഗ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് ജോയിൻ ചെയ്യാം, മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം. മീറ്റിങ്ങിൽ നമുക്ക് ജോയിൻ ചെയ്തു. മീറ്റിംഗ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലിങ്ക് നമുക്ക് കോപ്പി ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരാണോ നമ്മളുടെ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് അവർ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യാം. ഇനി ഇവിടുന്ന് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ക്ലിപ്പ് ബോർഡിലേക്ക് അത് കോപ്പി ആവുന്നതായിരിക്കും. ഇനി മീറ്റിംഗ് ലിങ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് കോപ്പി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ മീറ്റിംഗ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ താഴെ മീറ്റിംഗ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ മീറ്റിംഗ് ഡീറ്റെയിൽസിൽ വരുവാണെങ്കിൽ നമുക്ക് സെയിം കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗൂഗിൾ കലണ്ടറിൽ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ്സ് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷോ ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇതിന് ശേഷം നമുക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ആഡ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ആഡ് പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നമുക്ക് പ്രസ് ചെയ്ത് നമുക്ക് നമ്മുടെ ആർക്കാണ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടത് അവരെ കോൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻവൈറ്റ് എന്നൊരു ഓപ്ഷൻ വരും, നമുക്കങ്ങനെ സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ്ലി നമുക്ക് നമ്മുടെ വാട്സപ്പൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് വാട്സപ്പിൽ ഏതെങ്കിലും ഒരു കറസ്പോണ്ടിങ് ഇതിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്ത് ലിങ്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ കോപ്പി ചെയ്ത് വെച്ച ലിങ്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സെയിം അക്കൗണ്ടിൽ നിന്ന് തന്നെ ഒന്ന് ജോയിൻ ചെയ്യാൻ പോവാണ്. സോ അതിന് മുൻപ് ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തേക്കുന്ന ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഞാൻ സെയിം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഞാൻ കോപ്പി ചെയ്ത് വെച്ചേക്കുന്ന ലിങ്ക് ഞാൻ ഈ ഒരു ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, URL ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. നമുക്ക് ലിങ്ക് മാത്രം മതി, HTTP മുതലുള്ള തിങ്സ് മാത്രം മതി. ഈ ഒരു വേയിലും ഞാൻ ജോയിൻ ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് കോഡ് വെച്ചിട്ട് മാത്രം ജോയിൻ ചെയ്തെന്ന് നോക്കാം. സോ എനിക്ക് ഈ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഈ ലിങ്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അവർ കറസ്പോണ്ടിങ് പേജിൽ. ഇപ്പം ഞാൻ ലിങ്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു മീറ്റ് വിൻഡോയിൽ വന്നു. സോ ഇവിടെ ഞാൻ ക്യാമറയും മൈക്കും ഓഫ് ചെയ്തേക്കാണ്. സോ അപ്പം നമുക്ക് കാണാൻ പറ്റും ആരാണ് നമ്മളുടെ ഓൾറെഡി മീറ്റിങ്ങിൽ ഉള്ളതെന്നുള്ളത്. സോ ഓൾറെഡി ഒരാൾ ആരാണോ ക്രിയേറ്റ് ചെയ്തത് ഓൾറെഡി ഇവിടെ പ്രസൻ്റ് ആണ്. സോ ജോയിൻ ചെയ്യുക. ഓക്കെ, ജോയിൻ ചെയ്ത് കൊടുത്തു. ജോയിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ആ നമ്മളുടെ മീറ്റിങ്ങിൽ
കാണിക്കും ഓൾറെഡി 2 പേര് ജോയിൻ്റ് ആണ്. ഓക്കെ, ഓൾറെഡി 2 പേര് ജോയിൻ്റ് ആണ്. സോ അടുത്തതിലും സെയിം 2 മെമ്പേഴ്സിനെ സെയിം മെയിൽ ഐ ഡി കൊണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ് 2 പേരെയും കാണാൻ പറ്റും. ഇനി അടുത്തൊരു ലിങ്കിൻ്റെ അകത്ത് ഞാൻ കാണിക്കാം എങ്ങനെയാണ് അതിൻ്റെ കോഡ് മാത്രം വെച്ചിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ മീറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് സോ ഗൂഗിൾ മീറ്റിൻ്റെ അതിൽ ഞാൻ മീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ജോയിൻ മീറ്റിങ്ങിന് വരെ ഞാൻ എൻ്റെ ഇത് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ ഞാൻ ബാക്കിയുള്ള എല്ലാം ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു മീറ്റിൽ നിന്നും ഈ ഒരു ഐ ഡി മാത്രം എടുത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഐ ഡി കോപ്പി ചെയ്തെടുത്തു. നമുക്ക് ഈ മീറ്റിങ്ങിൽ വന്നിട്ട് ഈ ഒരു ഐ ഡി മാത്രം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ എന്താണ് ജോയിൻ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആയി വന്നു. ഇനി നമുക്ക് ജോയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പർട്ടിക്കുലർ മീറ്റിങ്ങിൽ നമ്മൾ ജോയിൻ ആവും. സോ ഓക്കെ, നമ്മൾ ആ ജോയിൻ മീറ്റിങ്ങിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. സോ ഓൾറെഡി 2 മെമ്പേഴ്സ് അവിടെ ഉണ്ട്. സോ ഇപ്പോൾ 3 മെമ്പേഴ്സ് നമുക്ക് ആഡ് ആയി വന്നു. ഓക്കെ, 3 മെമ്പേഴ്സ് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. ഇവിടെയും 3 മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് 2 പേര് ഒന്നെങ്കിൽ മീറ്റിംഗ് ലിങ്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോഡ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാം. ഇനി ഇതിലൊക്കെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ മറ്റുള്ള എല്ലാ അക്കൗണ്ടും ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് നൗ എന്നൊരു ഓപ്ഷൻ. നമുക്ക് നമ്മുടെ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ 3 വേസ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ഫുൾ എൻറ്റയർ സ്ക്രീൻ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ വിൻഡോ മാത്രം ഓപ്പൺ ചെയ്ത് കിടക്കുന്ന വിൻഡോ മാത്രമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോം ടാബിൽ ഏതെങ്കിലും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്രോം ടാബ് മാത്രമായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഞാൻ എൻറ്റയർ സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, എൻറ്റയർ സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓപ്പൺ ആയി കിടക്കുന്ന എല്ലാ സ്ക്രീൻ, നമ്മളുടെ ഫുൾ കമ്പ്യൂട്ടർ അങ്ങനെ കുട്ടികൾക്ക് നമുക്ക് വ്യൂ ചെയ്യിപ്പിക്കാൻ പറ്റും. എൻ്റെ സ്ക്രീൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം, ഇവിടെ വന്ന് സെലക്ട് ചെയ്യാം, ഈ ഒരു വിൻഡോയ്ക്കകത്തിൽ എന്താണോ ഡിസ്പ്ലേ ആകുന്നത് അത് സെലക്ട് ചെയ്യാം, ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. സോ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്താണോ ഷെയർ ചെയ്യുന്നത്, നമ്മുടെ വിൻഡോ എന്താണോ അത് മൊത്തമായിട്ടും കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുട്ടികൾക്കത് കാണണമെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ആരാണോ പ്രസൻറ്റ് ചെയ്യുന്നത് അവിടെ വന്ന് ഈ ഒരു പിൻ ഇവിടെ ഇപ്പോൾ ഒരു ആരോ മാർക്ക് മാത്രമേ ഉള്ളൂ അല്ലേ, അപ്പ് ആരോ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പിൻ എന്നൊരു ഓപ്ഷൻ വരണമെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നെങ്കിൽ മാത്രമേ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ പ്രസൻറ്റ് ചെയ്ത് ഞാൻ തന്നെ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ലെയേഴ്സ് ആയിട്ട് വരുന്നത്. കുട്ടികൾക്ക് പക്ഷേ സിംഗിൾ വ്യൂ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടീച്ചർ ഇപ്പോൾ ഏത് ടാബ് ഓപ്പൺ ചെയ്താലും അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്താലും കുട്ടികൾക്ക് അതായിരിക്കും വ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പർട്ടിക്കുലർ ഒരു വർക്ക് കൊടുത്തിട്ട് ഒരിക്കലും എൻ്റയർ ടാബ് യൂസ് ചെയ്ത് കുട്ടികൾക്ക് ഒരു വർക്ക് അസൈൻ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യരുത്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് വിൻഡോസ് ഓപ്പൺ ചെയ്തിട്ട് കുട്ടികളെ എങ്ങനെ കണക്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ സംടൈംസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കണം, പിന്നെ അതിനൊരു എക്സാമ്പിൾ കാണിക്കണം, അങ്ങനെ ഡിഫറെൻറ്റ് വിൻഡോസ് ഓപ്പൺ ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് എങ്ങനെ കാണിക്കാം. പ്രോഗ്രാമിങ്ങും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതാണ് നല്ലത്. ഓക്കെ, അല്ലാതെ നമുക്ക് കുട്ടികൾക്കൊരു വർക്ക് കൊടുത്തിട്ട് നമ്മളുടെ ഒരു വർക്ക് ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല അവർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ വേറെ എന്തെങ്കിലും നമുക്കൊരു ഡോക്യുമെൻ്റ് പ്രിപ്പയറോ എന്തെങ്കിലും ചെയ്യാം, കുട്ടികൾക്ക് തന്നെയുള്ള അസൈൻമെൻറ്റ് പ്രിപ്പയറോ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുവാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യരുത്. സോ അതിന് ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റോപ്പ് പ്രസൻറ്റേഷൻ കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് എ വിൻഡോ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എ വിൻഡോ എന്ന് പറയുമ്പോൾ എന്താണോ ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ചെയ്തത്, ഞാൻ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്തിട്ടേക്കുക, മിനിമൈസ് ചെയ്യാൻ പാടില്ല. മിനിമൈസ് ചെയ്യാണ്ട് തന്നെ നമ്മളുടെ മീറ്റിൻ്റെ വിൻഡോയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്തുണ്ട് അവിടെ പ്രസൻറ്റേഷൻ 1 ഓപ്പൺ ആണ്. ഓക്കെ, സോ അത് ക്ലിക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇത് ഷെയർ ചെയ്യുന്ന എങ്ങനെയാണ് കുട്ടികൾക്ക് വ്യൂ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നിടത്ത് വരുന്നു, പിൻ ചെയ്യുന്നു. പിൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വ്യൂ ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് ഇത്. ഓക്കെ, അപ്പോൾ ആ കുട്ടികൾക്ക് അത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ടീച്ചർ എന്താണോ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. മറ്റേത് വിൻഡോ വേണമെങ്കിലും ടീച്ചർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ എ വിൻഡോയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എ ക്രോം, അതായത് നമുക്ക് എന്തെങ്കിലും വീഡിയോസോ ഓഡിയോസോ നമുക്ക് കുട്ടികൾക്ക് കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ അനിമേഷനോ എല്ലാം കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ് എ ക്രോം എന്ന് പറയുന്നത്. എ ക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രോം ബാറിൽ ഏതൊക്കെ വിൻഡോസ് ഓപ്പൺ ആണോ, ഓക്കെ, ഏതൊക്കെ ടാബ് ഓപ്പൺ ആണോ ആ ടാബ് എല്ലാം നമുക്ക് ഡിസ്പ്ലേ ആവും. ഇവിടെ നോക്കിയപ്പോൾ ഞാൻ മീറ്റിൻ്റെ വിൻഡോയും ടാബ് എന്ന് പറഞ്ഞ ന്യൂ ടാബ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. സോ അത് രണ്ടുമാണ് എനിക്ക് ഡിസ്പ്ലേ ആകുന്നത്. ഇതിലെനിക്ക് ന്യൂ ടാബ് ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്താൽ നമുക്കെന്താണ് ആ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ന്യൂ ടാബായിരിക്കും കുട്ടികൾക്ക് കാണാൻ പറ്റുന്നത്. ജസ്റ്റ് പിൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ടീച്ചറിൻ്റെ ആ ഒരു ന്യൂ ടാബായിരിക്കും കാണാൻ പറ്റുന്നത്.
ഇതാണ് ടാബിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇത് ന്യൂ ആയിട്ട് വന്നൊരു ഫീച്ചറാണ് ഗൂഗിൾ മീറ്റിൽ. പ്രീവിയസ്ലി നമുക്ക് എൻ്റെ സ്ക്രീനും വിൻഡോയും മാത്രമേ ഉള്ളായിരുന്നു. ഇനി ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതിന് ഡ്രോബാക്ക് നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അല്ലാണ്ട് സ്ക്രീൻ റെക്കോർഡേഴ്സ് യൂസ് ചെയ്ത് മാത്രം റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് സ്ക്രീൻ റെക്കോർഡേഴ്സ് യൂസ് ചെയ്ത് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഗൂഗിൾ മീറ്റിൽ തന്നെ ഒരു റെക്കോർഡർ ഇല്ല. GCU2 അക്കൗണ്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, റെക്കോർഡർ എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ ഇവിടെ ടേൺ ഓൺ ക്യാപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ പറയുന്നത് അത് ഇവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ആകുന്നതായിരിക്കും. ഈ ടേൺ ഓൺ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും ഇംഗ്ലീഷിൽ തന്നെ സ്പീക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് നമ്മൾ പറയുന്ന എന്താണോ അതിവിടെ ടൈപ്പായിട്ട് വരും. ഓക്കെ, അത് നമ്മുടെ മൈക്ക് ഓൺ ആയിരിക്കണം. നമ്മുടെ മൈക്ക് ഓൺ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ അത് ആ ഒരു ഓപ്ഷൻ അങ്ങനെ വർക്ക് ആകത്തുള്ളൂ. സോ ഞാൻ ടേൺ ഓൺ ക്യാപ്ഷൻ കൊടുത്തു. ടേൺ ഓൺ ക്യാപ്ഷൻ നമ്മുടെ മൈക്ക് ഇപ്പോഴാണ് ഓൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഹായ്, വെൽക്കം ടു മൈ സ്മാർട്ട് എഡ്യൂ ചാനൽ. സോ വെൽക്കം ടു മൈ സ്മാർട്ട് എഡ്യൂ ചാനൽ. സോ എഡ്യൂ ചാനൽ എന്നുള്ളത് റീഡ് ചെയ്യുമ്പോൾ അത് എഡിറ്റ് ചാനലിനാണ് വരുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ടേൺ ഓൺ ഓപ്ഷൻ നമുക്ക് ടേൺ ഓഫ് ചെയ്യാം. സോ അതിന് വേണ്ടി ടേൺ ഓൺ ഓപ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ മൈക്ക് ഓപ്പൺ ആയിരിക്കും. ഇത് ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഇതിൻ്റെ അകത്തുനിന്നുള്ളത്. നമുക്ക് ഇനിയും നമുക്ക് എന്താണ് ഒരു കുട്ടികൾക്ക് ചാറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഇത്രയും ബേസിക് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. എങ്ങനെ കുട്ടികൾക്ക് നമുക്ക് മീറ്റിൽ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാണ്ട് നമുക്ക് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം ക്ലാസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻസും തരണം. പിന്നെ എന്തെങ്കിലും നമുക്ക് ഇതിനകത്ത് ചേഞ്ചസ് ചെയ്യണമെന്ന്, എന്തെങ്കിലും കൂടുതൽ ഫീച്ചേഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മോർ വീഡിയോസ് ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു.